പെട്ടെന്ന് നമുക്കൊരു ചീരത്തോരൻ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകിട്ടു. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇടാം. അതിനുശേഷം സബോള. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി അതിലേക്ക് ഞാൻ കുത്തുമുളകാണ് ഇടുന്നത്. കുത്തുമുളകൊന്നും പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. അതൊന്ന് പച്ച ടേസ്റ്റ് മണമൊക്കെ മാറിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരയില ചേർത്ത് കൊടുത്തു. നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചീരയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ഇളക്കി അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇത് നമ്മുടെ ചീരത്തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ചേക്കാം. ഇതാ നോക്കി, ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റും അടിപൊളിയായിട്ടുണ്ട്.